പാൽ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഈ ചോദ്യം കേട്ട് അത്ഭുതപ്പെടേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ചോദ്യമാണ്. എന്താണ് ഈ നോൺ വെജ് പാൽ? ഇത് ശാസ്ത്രീയമായ ഒരു പേരല്ല. പന്നിയുടെയും മീനിന്റെയും എല്ലുപൊടിയും രക്തവും മറ്റു മൃഗങ്ങളുടെ കൊഴുപ്പും ഒക്കെ കലർന്ന കാലിത്തീറ്റ കഴിക്കുന്ന പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന പാലിനെയാണ് ഇന്ത്യ നോൺ വെജ് പാൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലെ ഡയറി ഫാമുകളിൽ പശുക്കൾക്ക് നൽകുന്ന തീറ്റയിൽ പന്നി, മത്സ്യം, കുതിര, എന്തിന് നായയുടെയും പൂച്ചയുടെയും വരെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടാമെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ പശുക്കൾക്ക് സാധാരണയായി സസ്യാഹാരം മാത്രമാണ് നൽകാറ്. ഇതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇത്ര കർശനമായി നിലപാടെടുക്കുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വ്യാപാര പ്രശ്നമല്ല. ഇവിടുത്തെ സംസ്കാരവും വിശ്വാസങ്ങളുമായി ഇത് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈന്ദവ, ജൈന മതവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പശുവിനെ പവിത്രമായി കാണുന്നു. സസ്യാഹാരിയായ പശുവിൽ നിന്ന് ലഭിക്കുന്ന പാൽ മാത്രമേ ശുദ്ധവും വിശുദ്ധവുമാകൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാംസാഹാരം കഴിക്കുന്ന പശുവിന്റെ പാൽ പലർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതിനൊരു സാമ്പത്തിക വശം കൂടിയുണ്ട്. ഇന്ത്യയിലെ 8 കോടിയിലധികം ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗമാണ് പാൽ ഉൽപാദനം. അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾ നിയന്ത്രണമില്ലാതെ വിപണിയിൽ എത്തുന്നത് ഇവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ മൃഗക്കൊഴുപ്പും മാംസവും കലരാത്ത ഭക്ഷണം കഴിക്കുന്ന പശുക്കളുടെ പാൽ മാത്രമാണ് ഇറക്കുമതി ചെയ്യുന്നതെന്ന് ഉറപ്പു നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടുന്നു. ഇതൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ നിലപാട് വ്യത്യസ്തമാണ്. അവരുടെ ഡയറി ഫാമുകളിൽ മൃഗക്കൊഴുപ്പ് ചേർന്ന കാലിത്തീറ്റ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. ഇന്ത്യയുടെ ഈ ആവശ്യം അനാവശ്യമായ ഒരു വ്യാപാര തടസ്സമായാണ് അവർ കാണുന്നത്. ഈ വിഷയം അവർ ലോക വ്യാപാര സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോൺ വെജ് പാൽ എന്നത് ശാസ്ത്രീയമായ ഒരു വേർതിരിവല്ല, മറിച്ച് സംസ്കാരത്തിലും വിശ്വാസത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ഊന്നിയ ഒരു വലിയ തർക്കമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.